നമസ്കാരം. ജീവിതത്തിൽ ധർമ്മം കിടപിടിച്ച് നേരായ വഴിയിൽ ജീവിച്ചിട്ടും യാതൊരു മുന്നേറ്റവും അനുഭവപ്പെടാത്തവർ കലിയുഗത്തിൽ ഈ ക്ഷേത്രം സന്ദർശിച്ച് ഒരു ദിവസത്തെ മുഴുവൻ പൂജകളിലും പങ്കുകൊണ്ടാൽ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി ഉയർച്ചയുണ്ടാവും എന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന ഒരു ദിവ്യദേശത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം ശ്രീ വൽവിൽ രാമർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ സ്വാമിമല തിരുവൈകാവൂർ പാതയിൽ തിരുപ്പുള്ളം ബൂതംകുടി എന്ന ചെറുഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീമൻ മഹാവിഷ്ണു, വൽവിൽ രാമർ, ചക്രവർത്തി തിരുമകൻ എന്നീ നാമങ്ങളിലും ദേവി മഹാലക്ഷ്മി, ഹേമാംബുജവല്ലി, പൊറ്റാമരയാൾ എന്നീ നാമങ്ങളിലും കുടികൊള്ളുന്നു. 108 ദിവ്യദേശങ്ങൾ അഥവാ 108 വൈഷ്ണവ തിരുപ്പതികൾ എന്നറിയപ്പെടുന്ന പ്രശസ്ത വിഷ്ണു ക്ഷേത്രങ്ങളിൽ 10ാമത്തേതാണ് ഈ ക്ഷേത്രം. പ്രശസ്ത വിഷ്ണുഭക്തരായ 12 ആഴ്വാർകളിൽ തിരുമങ്കൈ ആഴ്വാർ ഈ ക്ഷേത്രത്തിലെ ഭഗവാന് വേണ്ടി 4000 ദിവ്യപ്രബന്ധത്തിൽ മംഗളാശാസനം പാടിയിരിക്കുന്നു. തിരുമങ്കൈ ആഴ്വാർ ഈ വഴി പോയപ്പോൾ ക്ഷേത്രത്തിൽ ഭഗവാൻ ശയിക്കുന്നത് കണ്ട് അത് ഏതോ മനുഷ്യനാണെന്ന് കരുതി ക്ഷേത്രത്തിൽ കയറാതെ പോയപ്പോൾ അവിടെ നിന്നും ഒരു പ്രകാശം ഉദ്ഭവിച്ചു. ഭഗവാൻ ശംഖചക്രധാരിയായി തിരുമങ്കൈ ആഴ്വാർക്ക് ദർശനം കൊടുത്തു. ഇത് ദർശിച്ച തിരുമങ്കൈ ആഴ്വാർ ക്ഷേത്രത്തിൽ കയറാതെ പോയത് തെറ്റായിപ്പോയി എന്ന മനസ്താപത്തോടെ 10 പാസുരങ്ങൾ ഭഗവാന് വേണ്ടി പാടി എന്നാണ് പറയുന്നത്. പ്രധാനമായും പിതൃദോഷ പരിഹാര സ്ഥലമായും ബുധദോഷ പരിഹാര സ്ഥലമായും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. സീതാദേവിയെ അന്വേഷിച്ചുള്ള യാത്രയിൽ ഭഗവാൻ ശ്രീരാമൻ കോദണ്ഡം എന്ന വില്ല് എപ്പോഴും തുണയായി വച്ചിരിക്കുന്നതിനാൽ ഈ ക്ഷേത്രത്തിലെ മൂലവർ വൽവിൽ രാമർ എന്നറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ത്രേതായുഗത്തിൽ രാമായണത്തിൽ സീതാദേവിയെ കവർന്നുകൊണ്ട് ലങ്കാധിപതി രാവണൻ പുഷ്പക വിമാനത്തിൽ പോകുമ്പോൾ മല ഉച്ചിയിലിരിക്കുകയായിരുന്ന പക്ഷിശ്രേഷ്ഠൻ ജഡായു അത് കാണാനിടയായി. സൂര്യദേവന്റെ തേരാളിയായ അരുണന്റെ ഇളയ മകനും ശ്രീമൻ മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡന്റെ മരുമകനുമാണ് ജഡായു. അദ്ദേഹത്തിന്റെ സഹോദരനാണ് സമ്പാതി. ജഡായു രാവണന്റെ കയ്യിൽ നിന്നും സീതാദേവിയെ രക്ഷിക്കാനായി രാവണനോട് ഏറ്റുമുട്ടി. രാവണൻ തന്റെ ചന്ദ്രഹാസം കൊണ്ട് ജഡായുവിന്റെ ചിറകരിഞ്ഞു വീഴ്ത്തി സീതാദേവിയെയും കൊണ്ട് കടന്നുകളഞ്ഞു. ശ്രീരാമചന്ദ്രനോട് ഈ വിവരം പറയും വരെ തന്റെ ജീവൻ പിടിച്ചു നിർത്തണം എന്ന് പ്രാർത്ഥിച്ച് ശ്രീരാമനാമം ഉച്ചരിച്ച് ജഡായു അന്ത്യശ്വാസം വലിച്ചുകൊണ്ട് മലയിൽ കിടന്നു. സീതാദേവിയെ അന്വേഷിച്ച് ശ്രീരാമലക്ഷ്മണന്മാർ ഈ മലയിലൂടെ വരുമ്പോൾ ക്ഷീണിച്ച സ്വരത്തിലുള്ള രാമനാമ ജപം കേട്ട് അവിടെ എത്തി. ശ്രീരാമനെ കണ്ട ജഡായു വിവരങ്ങൾ പറഞ്ഞ് ജീവൻ വെടിഞ്ഞു. ഇത് കണ്ട ശ്രീരാമചന്ദ്രൻ അതീവ ദുഃഖത്തോടെ ജഡായുവിന്റെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ച് ജഡായുവിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. ശ്രീരാമന്റെ പിതാവ് ദശരഥ മഹാരാജാവിന്റെ സുഹൃത്തു കൂടിയാണ് ജഡായു. ഒരു നാൾ രോഹിണി നക്ഷത്രത്തിൽ ശനി പ്രവേശിക്കുമ്പോൾ അയോധ്യയിൽ 12 വർഷക്കാലം പഞ്ചം വരാൻ പോകുന്നത് ജ്യോതിഷികളുടെ പ്രവചനത്തിൽ നിന്നും മനസ്സിലാക്കിയ ദശരഥ മഹാരാജാവ് ശനിയോട് എതിർക്കാൻ നേരെ ശനീശ്വരന്റെ ലോകത്തേക്ക് പോയി. ശനീശ്വരന്റെ ദൃഷ്ടിയാൽ ദശരഥ മഹാരാജാവിന്റെ രഥം കത്തിപ്പോയി. കുതിരകൾ ചത്തുവീണു. ദശരഥ മഹാരാജാവ് ഭൂമിയിലേക്ക് പതിച്ചപ്പോൾ ഭൂലോകത്തിൽ പറക്കുകയായിരുന്ന ജഡായു തന്റെ ചിറകുകൾ വിരിച്ച് മഹാരാജാവിന്റെ ജീവൻ രക്ഷിച്ചു. അങ്ങനെ അവർ സുഹൃത്തുക്കളായി. പിന്നീട് ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ശനീശ്വരനോട് എതിർക്കുന്നതിന് പകരം ശനീശ്വരനെ പ്രീതിപ്പെടുത്തിയാണ് ദശരഥ മഹാരാജാവ് രാജ്യത്ത് പഞ്ചം വരാതെ തടഞ്ഞത്. വിധിപ്രകാരം ജഡായുവിന് പിതൃകർമ്മങ്ങൾ ചെയ്യാൻ ദമ്പതി സമേതനായി ഇരിക്കണമെന്നതിനാൽ കൂടെ സീതാദേവി ഇല്ലല്ലോ എന്നോർത്ത് വിഷമിച്ചു ശ്രീരാമൻ. ഇത് മനസ്സിലാക്കിയ ഭൂമിദേവി ശ്രീരാമന്റെ മുന്നിൽ പൊൻതാമരയിൽ പ്രത്യക്ഷപ്പെട്ടു. ഭൂദേവി സമേതനായി ശ്രീരാമചന്ദ്രൻ ജഡായുവിന്റെ അന്ത്യസംസ്കാര ചടങ്ങുകൾ പുന്നമരത്തിനടിയിൽ നിർവഹിച്ചുകൊണ്ട് ജഡായുവിന് മോക്ഷം കൊടുത്തു. അതിനുശേഷം ഭഗവാൻ ഈ ക്ഷേത്രത്തിൽ വിശ്രമിച്ച രൂപത്തിലാണ് മൂലവർ പ്രതിഷ്ഠ. ബ്രഹ്മാണ്ഡ പുരാണത്തിലും പത്മപുരാണത്തിലും ഈ സ്ഥലത്തെപ്പറ്റി കുറിപ്പുകളുണ്ട്. ഏകദേശം ഇതേ ഐതിഹ്യം തിരുപ്പുട്കുഴി വിജയരാഘവ പെരുമാൾ കോവിലിലും വൈത്തീശ്വരൻ കോവിലിലുമുണ്ട്. യുഗങ്ങൾ മാറുമ്പോൾ സംഭവങ്ങളിലും സ്ഥലങ്ങളിലും ഉണ്ടാവുന്ന ചെറിയ വ്യത്യാസങ്ങളാണത്. സത്യത്തിൽ പുരാണപ്രകാരം നാസിക്കിൽ പഞ്ചവടിക്കരികിൽ ഉള്ള ദാസ്യത്ത് എന്ന സ്ഥലത്താണ് രാമായണത്തിൽ ജഡായുമോക്ഷം കഥ നടക്കുന്നത്. എന്നാൽ ഋഷികൾ പ്രാർത്ഥിച്ച് ഇവിടെ മനക്കണ്ണാൽ ജഡായുമോക്ഷം കഥ കണ്ടതിനാലാണ് ഈ സ്ഥലത്തിന് ഇത്രയും പെരുമ കിട്ടിയത്. പുരാണങ്ങളിൽ ഭൂതപുരി എന്നറിയപ്പെട്ടിരുന്നു ഈ പ്രദേശം. വൈഷ്ണവ സമ്പ്രദായത്തിൽ വൈഷ്ണവർക്ക് 2 ഭൂതപുരികൾ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നു. ഒന്ന് തഞ്ചാവൂരിലുള്ള തിരുപ്പുള്ളം ബൂതംകുടി, മറ്റൊന്ന് കാഞ്ചീപുരത്തിനടുത്തുള്ള ശ്രീ പെരുമ്പുതൂർ. ശ്രീ രാമാനുജരുടെ അവതാര സ്ഥലമാണത്. പുള്ള് എന്നാൽ പറവ. പറവയായ ജഡായുവിന് ഭഗവാൻ മോക്ഷം കൊടുത്ത സ്ഥലമെന്നതിനാൽ പുള്ളംകുടി എന്നും പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ഭൂമിക്ക് അധിപതിയായ ഭൂമിദേവി ശ്രീരാമചന്ദ്രനോടൊപ്പം ഇരുന്ന് ജഡായുവിന്റെ അന്ത്യസംസ്കാര ക്രിയയിൽ പങ്കുകൊണ്ടതിനാൽ തിരുപ്പുള്ളം ബൂതംകുടി എന്നും ഈ പ്രദേശം അറിയപ്പെട്ടു. ത്രേതായുഗത്തിൽ ജഡായുവും സമ്പാദിയും ശിവഭഗവാനെ പൂജിച്ച തിരുക്കഴുക്കുണ്ട്രം ക്ഷേത്രത്തെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന 3 നില രാജഗോപുരത്തോടെ കാണപ്പെടുന്ന കിഴക്ക് ദർശനമായ ഹേമാംബുജവല്ലി സമേത വൽവിർ രാമർ കോവിൽ ഇടക്കാല ചോഴന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് അനുമാനം. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്താണ് കോവിൽക്കുളം. കൃത്രരാജൻ എന്ന തീവ്ര വിഷ്ണുഭക്തനായ രാജാവിന് ഭഗവാൻ ശംഖചക്രധാരിയായി ദർശനം കൊടുത്ത ഐതിഹ്യത്താൽ ഈ ക്ഷേത്രത്തിലെ തീർത്ഥം കൃത്രതീർത്ഥം എന്നറിയപ്പെടുന്നു.
ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ക്ഷേത്രം അഹോബില മഠത്തിൻ്റെ അധീനതയിലാണ്. 12 ആഴ്വാറുകളിൽ ഒരാളായ തൊണ്ടരടിപ്പൊടി ആഴ്വാറുടെ ജന്മദേശമായ മന്തംകുടി ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ ദൂരത്തിലാണ്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ ബലിപീഠം, കൊടിമരം, ദേശികർ സന്നിധി, പ്രധാന കരുവറയിൽ ശോഭന വിമാനത്തിന് കീഴെ ശംഖുചക്രധാരിയായി കിഴക്ക് മുഖമർപ്പിച്ച് വൽവിൽ രാമർ ചക്രവർത്തി തിരുമകൻ എന്ന നാമത്തോടെ ഭുജംഗ ശയനത്തിലുള്ള പ്രതിഷ്ഠയാണ്. നാഭിയിൽ ബ്രഹ്മാവ്, അരികിൽ ജഡായു, ലക്ഷ്മണൻ, ഹനുമാൻ, കാൽക്കൽ ഭൂമിദേവി തായർ, പ്രത്യക്ഷം കൃത്രരാജൻ. സുധാരൂപത്തിലുള്ള വിഗ്രഹമായതിനാൽ ഭഗവാന് അഭിഷേകമില്ല. ഉത്സവമൂർത്തികൾക്ക് മാത്രമാണ് അഭിഷേകം. ഈ ക്ഷേത്രത്തിലുള്ള യോഗ നരസിംഹർക്ക് ഭക്തർ പദവി ഉയർച്ച ലഭിക്കാൻ അഭിഷേകം വഴിപാട് നടത്തുന്നു. ദേവി ശ്രീ മഹാലക്ഷ്മി പൊട്രാമരയാൾ എന്ന നാമത്തിൽ പ്രത്യേകം സന്നിധിയിൽ അരുൾ പാലിക്കുന്നു. ഇതല്ലാതെ ക്ഷേത്രത്തിൽ കുറച്ച് ഉത്സവമൂർത്തികൾ മാത്രമാണുള്ളത്. നേരായ വഴിയിൽ ജീവിച്ചിട്ടും യാതൊരു നന്മയും അനുഭവിക്കാത്തവർ, മറ്റുള്ളവരുടെ മത്സരം, കുശുമ്പ്, അസൂയ, വഞ്ചനയിൽപ്പെട്ട് ജീവിതം മുന്നേറാത്തവർ, എത്ര പരിശ്രമിച്ചിട്ടും പദവി ഉയർച്ച കിട്ടാത്തവർ, ആവശ്യമില്ലാത്ത വഴക്ക് തർക്കങ്ങളിൽ വീണ് നീതി ലഭിക്കാതെ ജീവിതം ഹോമിക്കുന്നവർ, ഉള്ള ധനം ആകസ്മികമായി നശിച്ച് മനസമാധാനം നഷ്ടപ്പെട്ടു പോയവർ ഈ ക്ഷേത്രത്തിലെത്തി ഒരു ദിവസത്തെ മുഴുവൻ പൂജകളിലും പങ്കുകൊണ്ട് ഭഗവാന് പായസം നിവേദിച്ച് ക്ഷേത്രത്തിൽ 3 നാൾ സന്ദർശനം നടത്തിയാൽ സൂര്യനെ കണ്ട മഞ്ഞുപോലെ എല്ലാ കഷ്ടങ്ങളും മാഞ്ഞുപോകുമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നു. ക്ഷേത്രവൃക്ഷം പുന്നമരം. ക്ഷേത്രതീർത്ഥം ജഡായു തീർത്ഥം, കൃത്രതീർത്ഥം. വൈകാനസ ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ശ്രീരാമനവമി, വൈകുണ്ഠ ഏകാദശി, പങ്കുനി ബ്രഹ്മോത്സവം, ശ്രീകൃഷ്ണ ജയന്തി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാസമയം രാവിലെ 7:30 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ രാത്രി 7:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണത്തിൽ നിന്ന് 8 കിലോമീറ്റർ, സ്വാമിമലയിൽ നിന്ന് 6 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സ്വാമിമല, കുംഭകോണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.